കാലത്ത് ബെഡ്ഷീറ്റെല്ലാം മാറ്റി വെച്ചത് നമ്മളെ മാച്ചുക്കുട്ടനായിട്ടാ. അതുകൊണ്ട് തന്നെ ചെറിയ മിസ്റ്റേക്സ് കേട്ടോ, അങ്ങനെ കൂടുതലൊന്നുമില്ല, ഒരു കുഞ്ഞു മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ കറക്റ്റ് ചെയ്ത് വെച്ച്. അപ്പോൾ എന്തായാലും അതൊക്കെ അവനെ പഠിപ്പിക്കണ്ടേ. ഇപ്പോൾ പെൺകുട്ടിയെന്നില്ല ആൺകുട്ടിയെന്നില്ല, എല്ലാവരും ഇതെല്ലാം പഠിക്കണം. പിന്നെ കുഴപ്പമില്ല, അവൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യും, പറഞ്ഞിട്ടില്ലെങ്കിൽ അത് അവിടെ ചെയ്യില്ല, അത് അങ്ങനെ അവിടെ കിടക്കും. പക്ഷേ ഇന്ന് പിന്നെ എന്തായാലും ചെയ്യേണ്ട വന്ന്, കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ജിമ്മിന് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ടൈം മാറ്റി ഇപ്പോൾ ജിമ്മിൻ്റെ കേട്ടോ. ഞാൻ ഇപ്പോൾ കാലത്ത് 6 മണിക്കാണ് ജിമ്മിന് പോകുക. 5:30 മണിയാകുമ്പോൾ ഞാൻ ഇവിടുന്ന് ഇറങ്ങും. അത് സൈക്കിളിൽ പോകുമ്പോൾ വരുമ്പോഴൊക്കെ സൈക്കിൾ എടുക്കാമല്ലോ, അത് ആ ഒരു സൗകര്യത്തിന് വേണ്ടിയാണ് ആ ഒരു ടൈം ആക്കിയത്. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ 10 മണിക്കെല്ലാം പോകുമ്പോൾ ഭയങ്കര വെയിലായിരിക്കും, ആകെ ടയേർഡാവും. അതുകൊണ്ട് പിന്നെ ഞാൻ ടൈം മാറ്റിയതാണ്. പക്ഷേ കാലത്ത് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല സുഖമാണ്. എല്ലാം കഴിഞ്ഞ് വന്ന് ആ ഒരു കുളിയെല്ലാം കഴിയുമ്പോൾ ഭയങ്കര ഒരു ഫ്രഷ്നെസ്, ശരിക്കും ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി, ഒന്നും പറയണ്ട, പ്രത്യേക ഒരു സുഖം തന്നെയാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. ഞാൻ സാധാരണ എന്ന് പറഞ്ഞാൽ ജിമ്മ് കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് എത്തലാണ്, വേറെ എവിടെയും പോവുകയും ചെയ്യില്ല. കാരണം റൈഡ് പോയി കഴിഞ്ഞാൽ തിരിച്ചെത്തുമ്പോഴേക്കാളും ഒരുപാട് ലേറ്റ് ആവും, അതുകൊണ്ട് പിന്നെ എവിടെയും പോകാൻ നിൽക്കില്ല. പക്ഷേ ഇന്ന് ഞാൻ പിന്നെ വിചാരിച്ചു ഏതായാലും ഒരു റൈഡ് പോകാൻ. അങ്ങനെ മാട്ടൂൽ നോർത്ത് വരെ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തി. ഏകദേശം 14 കിലോമീറ്ററാണ് ഇന്നത്തെ റൈഡ്. റെട്രോസ്പെക്ട് എടുത്തിട്ട് ആദ്യത്തെ റൈഡാണ്, അടിപൊളിയാണ്, നല്ല സുഖമുണ്ട് കേട്ടോ, നല്ല കംഫർട്ട് ഉണ്ട് ഓടിക്കാൻ വേണ്ടി. ഇന്ന് എനിക്കും മാച്ചുവിനും ഒരു കല്യാണത്തിന് പോകാനുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഞാനും മാച്ചും കൂടി റെഡി ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ പിന്നെ കല്യാണം എന്ന് പറഞ്ഞാൽ നാളെ കല്യാണമുള്ളൂ, പക്ഷേ ഇന്ന് പിന്നെ അതിന് മുമ്പായിട്ട് ഒരു പാർട്ടിയാണ്. ഇതാ മാച്ചു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇതാ മൊബൈൽ ഇരിക്കുന്നു. വാ മാച്ചു പോവാലോ. അപ്പോൾ ഇന്ന് ആരുടെ കല്യാണം എന്നല്ലേ? മാച്ചുവിൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം എന്നല്ലേ മാച്ചു? മാച്ചുവിൻ്റെ ഫ്രണ്ടിൻ്റെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കണ്ടല്ലേ, മാച്ചുവിൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം, ഇത്ര വലിയ ഫ്രണ്ടെല്ലാം ഉണ്ടാവും മാച്ചുവിനെന്ന്. അപ്പോൾ മാച്ചുവിൻ്റെ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ എന്താ പറയുക, നമ്മൾ പുതിയൊരു ഷോപ്പ് ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെ ഉള്ളൊരു കുട്ടിയാണ്. അപ്പോൾ പിന്നെ എന്താ പറയുക, അവിടുന്ന് ഞാൻ അവിടെ പോകുന്ന സമയത്ത് ഏകദേശം 10 വർഷമായി. അപ്പോൾ മാച്ചുവിന് ആകെ 4 വയസ്സേ ഉള്ളൂ. അങ്ങനെ മാച്ചു അവളും കൂടി ഫ്രണ്ട്സ് ആയതാണ്. ഇപ്പോൾ അവൾ പഠിച്ച് വലിയ ഡോക്ടറൊക്കെ ആയി. നാളെ അവളെ കല്യാണമാണ്. നമ്മൾ അവഞ്ചർ റൂട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഇരിക്കുന്ന ഏകദേശം ഒരാഴ്ചയായി ഞാൻ എടുത്തിട്ട്. കാരണം വെച്ചാൽ അതിന് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. കാരണം അതിന് കാർബറേറ്ററിൻ്റെ നീഡിൽ തകരാറായിട്ട് ഞാൻ അതവിടെ ബുക്ക് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഏകദേശം ഒരാഴ്ചയായി ബുക്ക് ചെയ്തിട്ടിട്ട് ഇനിയും വന്നിട്ടില്ല. ഇനിയിപ്പോൾ അടുത്തൊരു റൈഡ് നെക്സ്റ്റ് വീക്ക് പോകേണ്ടതാണ്. അപ്പോഴേക്ക് വരുമോ എന്നറിയില്ല. പക്ഷേ എടുത്ത് പോകുന്നതിന് ബുദ്ധിമുട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ ലീക്കാണ്. അപ്പോൾ എവിടെയെങ്കിലും എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്രോൾ ഓഫ് ചെയ്ത് വെക്കണം. അത് ഓഫ് ചെയ്യാൻ മറന്നു പോയാൽ തിരിച്ചു വരുമ്പോഴേക്ക് പെട്രോൾ ഉണ്ടാവില്ല. അതാണ് അവസ്ഥ. മാച്ചുവിൻ്റെ ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടി ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ പാപ്പശ്ശേരിയിലെ ഇസ്മ വെഡ്ഡിങ് ഷോപ്പിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഏതായാലും എനിക്ക് ചുരിദാർ നോക്കാം. മാച്ചുപോലെ ഒന്നും കൂടി എടുത്തോ. ഓക്കെ. എന്തായാലും ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്ത പുതിയ ക്യാമറ വയ്ക്കാം. അടുത്തത് GoPro. നീ എന്നെ സ്വീകരിക്കാൻ നിന്നിട്ടുണ്ടല്ലേ? ഇതാണ് നമ്മളെ കല്യാണപ്പെണ്ട് അമ്മു. അമൃത എന്ന പേര്, പക്ഷെ നമ്മളെ സ്നേഹം കുറഞ്ഞത് കൊണ്ട് അമ്മൂന്ന് വിളിക്കും അല്ലേ? ഇതുപോലെ നല്ല കേട്ടോ മുമ്പുണ്ടായിരുന്നു. മുമ്പ് നല്ല കുഞ്ഞിപ്പെണ്ണായിരുന്നു. ഇപ്പോൾ നമുക്ക് നമ്മളെ അമ്മൂൻ്റെ അമ്മനാ. ഇപ്പൊ ഒക്കെ ചിരിക്കൊന്നും വേണ്ട കേട്ടോ. അമ്മൂൻ്റെ അമ്മൂന്ന് അമ്മ എന്ന് പറയുമ്പോൾ അല്ലേ ചിരി വരുന്നുണ്ടോ? ഇവക്കെല്ലാം ചിരി വരുന്നു അമ്മൂൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ. ആ കുഴപ്പമില്ല, നമുക്ക് കാണാം കേട്ടോ. ഇത് ഇവിടെ ഒരു കുഞ്ഞി വാവയുണ്ട്. ഇതാരാന്നറിയോ? അമ്മൂൻ്റെ ഏച്ചിൻ്റെ ബേബിയാണ്. ചിരിക്ക്. എൻ്റെ പേര് പറയൂലോ? എന്നെ കാണുമ്പോൾ എല്ലാവരും ഓടുന്നു. അതെല്ലായിടത്തും ഇല്ല തന്നെയാണ് ക്യാമറ കാണുമ്പോൾ ഓട്ടോ. ഇതാണ് നമ്മളെ അമ്മൂൻ്റെ അമ്മ. യൂട്യൂബിൽ ഇടാൻ വേണ്ടിയാ. പിന്നെ അതേപോലെ ഇതാ നമ്മളെ അമ്മൂൻ്റെ ചേച്ചിയാണത്. ഇവളിപ്പോൾ ബാംഗ്ലൂരാണ്. ഞാൻ കുറേ കാലത്തിന് ശേഷം കാണും. ഒരു പീസ് കുറച്ച് ചോറ് ഇട്ടാൽ മതി. നമുക്ക് സദ്യ വേണ്ടത്, ഇതല്ല വേണ്ടത്. അല്ല അതാ പറഞ്ഞത്. നമ്മൾ അതാണെങ്കിലും ഒന്നും പറയില്ല, ഇട്ടോ പറയും. അങ്ങനെ ബിരിയാണിയും കഴിച്ചതാ ഞാനും മാച്ചു ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഫ്രണ്ട്സെല്ലാം ഉണ്ട്. അപ്പം പിന്നെ എന്താ പറയുക, എനിക്ക് അവിടെ പുതിയൊരു കോലം കുറേ ഫ്രണ്ട്സിനെ കിട്ടിയതാണ്. അതിലൊരു ഫ്രണ്ടാണ് അമ്മു. പിന്നെ ഇവിടെ എന്നെ കാണിക്കടേ, എൻ്റെ പേര് പറഞ്ഞിടത്ത് ഫെബിന ഫഹദ്.
ഓളെ പേര് പറഞ്ഞു ഓളെ തന്നെ ചിരിക്കുന്നത് എന്താ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഫെബീന്ന് വിളിക്കലേ കേട്ടോ. തലശ്ശേരി പോകണം, കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഓൾ ഡേ ഉണ്ട്. നമ്മൾ ചൂണ്ടിൽ വാങ്ങാൻ പോയിട്ടില്ലേ കണ്ണൂര്, അപ്പോൾ അവരൊരു പിന്നെ ഷോപ്പ് തലശ്ശേരി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഇന്നലെ. അപ്പോൾ ഇന്നലെ പോകാൻ അവർ വിളിച്ചത്, പക്ഷെ ഇന്നലെ നമുക്ക് പിന്നെ തീരെ സമയം ഉണ്ടായിട്ട് പോകാൻ വേണ്ടി. അതുകൊണ്ട് പിന്നെ നമ്മൾ വിചാരിച്ചു ഏതായാലും ഇന്നൊന്ന് അവിടെ പോയിട്ട് അന്ന് മാറ്റൊരു വാങ്ങിക്കാനുണ്ടോ, സാധനം വാങ്ങിക്കാനുണ്ടോ, എന്തെല്ലാം വാങ്ങിക്കാനുണ്ടെന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം വാങ്ങിക്കാൻ വേണ്ടി പോയിരുന്നു. മഴ പെയ്യോ കുളിക്കോ ഒന്നും പറയാനൊന്നും കഴിയില്ല, നല്ല മഴക്കാറിപ്പം കെട്ടിയിട്ടുണ്ട്. ഏതായാലും നോക്കാം, മഴ പെയ്തിട്ടുണ്ടെങ്കിൽ കുളിക്കാം. ഏതായാലും കല്യാണം കഴിഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ വേഗം ഇവിടെ കല്യാണത്തിന് കയറി പോകാൻ വിചാരിച്ചത്. കാരണം വെച്ച് കഴിഞ്ഞാൽ പോയി തിരിച്ചു വരുമ്പോഴേക്കാറ്റം മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഫുൾ കൊളാവും. എത്തുമ്പോഴേക്കെല്ലാം നടുവിനെല്ലാം പണി ഭയങ്കര അടിച്ചിട്ടുണ്ടെന്നുണ്ടല്ലോ, എന്തായാലും സുഖം ഒന്നും പറയുന്നത് കിടക്കാച്ചായിരിക്കും. അപ്പോൾ ജൂപ്പിറ്ററാകുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പുല്ല് പൊളിയെല്ലാം കുടിച്ചിട്ട് വന്നിടത്തുമ്പോഴേക്കും നടുവിൽ. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോ റാഫിക്കാന്റെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പേര് പറഞ്ഞാൽ കാറ്റൽ ഹബ് എന്നാണ്. അപ്പൊ ഇത് പിന്നെ സ്പോട്ട് എവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് തലശ്ശേരി മാമി പിന്നെ നാഷണലായിട്ട് ഞാൻ പോയത് മാരിയമ്മൽ കോറിന്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഷോപ്പ് വരുന്നത്. അപ്പൊ പിന്നെ എന്താ പറയാ, കണ്ണൂർ പോലെ തന്നെ ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതിന് അഡീഷണൽ ആയിട്ട് ബേർഡ്സിന്റെ അതുപോലെ തന്നെ ഡോഗിന്റെ എല്ലാം ഫുഡും കൂടി കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മളെപ്പോ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഇത്താലി മോനെ കാണില്ല, പക്ഷെ റാഫിക്കാനെ കാണില്ല. ഇവിടെ വെച്ചിട്ടാണ് റാഫിക്കാനെ മീറ്റ് ചെയ്തത്. റാഫിക്ക് ഏതാ അതിനൊരു തിരക്കിലാണ്. മാച്ച് ഇതെല്ലാം എടുത്ത ഈ ഷേഡ്. അപ്പം ഇതിന് ഹുക്കൊക്കെ ഇവിടെ ഇട്ട് കൊടുത്തതാണ്. പിന്നെ എന്താ പറയാ, ലോറും പിന്നെ എന്താ ജിഗ്. അപ്പൊ ഇതിനെല്ലാത്തിനും ഒരേ പേരല്ല? ഓക്കെ ഓക്കെ. അപ്പൊ ഇത് 3 മാച്ച് കൊടുത്തത്. കുറെ കാലമായി നമ്മളെ മാറ്റിപ്പിട്ടല് ഹെൽമെറ്റ് കൂട്ടിയിട്ട് അതിന്റെ അവസ്ഥ കണ്ടിട്ടല്ലേ ഇങ്ങനെയുള്ളത്. ഒരിക്കൽ പിന്നെ ക്യാപിറ്റൽ മാളിന്ന് വീട് പൊട്ടിയതാണ്. എങ്ങനെ മാറ്റണമെന്നും വിചാരിച്ചിരുന്നേ. പിന്നെ എന്താ പറയുക, എന്താ റൈഡൊന്നും എടി പോയില്ല. പിന്നെ അങ്ങനെ അതവിടെ വെച്ച് ഇപ്പം റൈനാൽ കുറച്ച് ചെറുതുമായി. ഇപ്പം പിന്നെ എന്താ പറയുക ഓപ്പണായി, റൈഡൊക്കെ പോകാൻ തുടങ്ങി. പിന്നെ സ്കൂൾ തുറന്നുകൊണ്ട് പിന്നെ മാറ്റി പറഞ്ഞു വെച്ചാൽ വാങ്ങണ്ടെന്ന് ഞാൻ വിചാരിച്ചാൽ എൻ്റെ കൂടെ ടൗണിലെല്ലാം വരുമ്പോൾ എന്തായാലും ഉപയോഗിക്കണ്ടല്ലോ. അങ്ങനെ നമ്മൾ വാങ്ങിക്കാൻ വെച്ചിട്ട് ഇപ്പം തക്കാടിലുള്ള കെയർ റൈഡിങ് ഗിയേഴ്സിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ടൈറ്റ് ലൂസ് ഉണ്ടോ മോനെ? ലൂസ് ഉണ്ടോ? അങ്ങനെ നമ്മളെ മാച്ചുക്കുട്ടൻ ഇത് നല്ല അടിപൊളി പിന്നെ ഹെൽമെറ്റ് എല്ലാം കിട്ടി. മാച്ചു സന്തോഷമായ? മാച്ചിന് അത്ര വലിയ സന്തോഷമൊന്നും ആയിട്ടാ കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാല് അവന് ഹെൽമെറ്റാ വേണ്ടത്. 5,000 7,000 അങ്ങനെയെല്ലാം ഉള്ളേ. അപ്പൊ അവൻ അതിനാണ് വേണമെന്നും പറഞ്ഞ് ഇങ്ങനെ പിടിച്ചു തന്നെ. പിന്നെ അവർ വേണ്ട, അത് വാങ്ങിക്കേണ്ട. കാരണം വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഒരു വർഷം 2 വർഷം ആകുമ്പോഴേക്കും മാറ്റി ആദ്യം വലിയ ആളാവും. അപ്പം പിന്നെ ആദ്യം ഹെൽമെറ്റ് മാറ്റണം. അപ്പോൾ മാറ്റം എന്താ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതുകൊണ്ടല്ല പറഞ്ഞത്. എന്തുകൊണ്ടാണ് മാറ്റം പറഞ്ഞത്? നല്ല ഹെൽമെറ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞത് എന്താ കാരണം? ഇപ്പൊ മാത്രമേ എന്റെ കൂടെ ബൈക്കിൽ വരുള്ളൂ. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് വലിയ ആളായാലും ബൈക്ക് എടുക്കൂലെന്ന് ഇവ പറയുന്നത്. പക്ഷെ അങ്ങനെ കുറെ ആൾക്കാർ പറഞ്ഞാലും എനിക്ക് തോന്നുന്നില്ല കേട്ടാ. ഇവന് കാറിനോടാ താല്പര്യം, ബൈക്കിനോട് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞു. ഏതായാലും നമുക്ക് നോക്കാം. ഇനിയിപ്പോ 2 കൊല്ലം കഴിയുമ്പോഴേക്ക് ആദ്യം മാച്ചുവിന്റെ ഹെൽമെറ്റ് മാറ്റേണ്ടി വരും. കാരണം കുറച്ചുകൂടി വലുതാവുമല്ലോ. ഇപ്പം തന്നെ ഏതാ സൈസിന്റെ വാങ്ങിയത് മീഡിയാണ്. ഇതാണ്ടാ സ്റ്റഡ്സിന്റെ വാങ്ങിച്ചതാണ്. നല്ല അടിപൊളി ഗ്രീൻ കളറാണ്. ഇവൻ നോക്കുന്നതല്ല ഏകദേശം ഇതേപോലത്തെ എല്ലാ കളേഴ്സ് തന്നെയാണ്. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒന്നും പിടിക്കുന്നില്ല. എല്ലാം ഒരു ഫ്ലൂറസെൻസ് കളർ. അപ്പം ഞാനും ഇവനുമായിട്ട് അടിയും പിടിയായിട്ട് ലാസ്റ്റ് പിന്നെ പപ്പ പറഞ്ഞ കുഴപ്പമില്ല, അവന് ഇഷ്ടമുള്ള തന്നെ എടുത്തു കൊടുത്തോന്ന് പറഞ്ഞാണ് ഈ ഒരു കളർ എടുത്തത്. ഹെൽമെറ്റിന്റെ റേറ്റ് വരുന്നത് 1000 രൂപ മുതൽ മുകളിലോട്ടെല്ലാം ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു 5000 നോക്കി. പിന്നെ നമ്മൾ വിചാരിച്ച് വേണ്ട, കാരണം പിന്നെ ഇവൻ്റെ സൈസ് വരുന്നത് മീഡിയമാണ്. അപ്പം മീഡിയം എടുത്ത് പിന്നെ ഒരു 2 വർഷമെല്ലാം കഴിയുമ്പോഴേക്കും ആദ്യം മാറ്റേണ്ടി വരും. കാരണം മാച്ച് വലുതാകുന്നല്ലേ. അപ്പം പിന്നെ എന്തിനാ വെറുതെ ഇത്രയും കാശ് കൊണ്ട് കളയുന്നത് വിചാരിച്ചിട്ട്. പിന്നെ ഹെൽമെറ്റ് ആണ് ഒക്കെ നമ്മൾ നല്ല തന്നെ എടുക്കണം. അപ്പോൾ ഇത് ഞാൻ എടുത്തത് ഏകദേശം 1850 രൂപ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു അത് മതി, അങ്ങനെ അത് അവിടെ സെറ്റാക്കി.
പിന്നെ എന്താ പറയുക, അവിടെ ഒരുപാട് ഗിയേഴ്സൊക്കെ ഉണ്ട്. ഇനി അടുത്ത് തന്നെ പോയിട്ട് ഓരോരോ ഗിയേഴ്സൊക്കെ വാങ്ങിക്കണം. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ നാളെയും കൂടെ കല്യാണത്തിന് പോകാനുണ്ട്. ഞങ്ങൾക്ക് ഇന്നൊക്കെ വിളിച്ചത് കാരണം പിന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എല്ലാവർക്കും അറിയുന്നതല്ലേ. അപ്പോൾ പകുതി ആൾക്കാരെ ഇന്ന് വിളിച്ച് പകുതി ആൾക്കാരെ നാളെയൊക്കെ വെച്ച. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ ആൾക്കാരെയൊക്കെ വിളിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് അവൾ പറഞ്ഞ് നാളെയും കൂടെ വന്നു. പിന്നെ സദ്യ കഴിക്കാനായതുകൊണ്ട് എന്തായാലും നാളെ പോയിരിക്കും. പിന്നെ നമ്മളമ്മല്ലേ എപ്പം വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോയിട്ട് പങ്കെടുക്കാവുന്ന ഒരു കുഴപ്പമില്ല. അപ്പോൾ നാളെ പോയി സദ്യ കഴിക്കേണ്ടത്. അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ തന്നെ എനേബിൾ ചെയ്യുക. വീണ്ടും കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.